വർഗീയതയാണെന്ന് ആരാണ് വർഗീയത പറഞ്ഞത്? എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് 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 പ്രശ്നം. ആ മതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആധാരശില എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് KM ഷാജിയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര കൈയാളെന്ന് പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴാണ്? ഈ ചർച്ചയിൽ തന്നെ 1000 വട്ടം ഞാൻ കേട്ടല്ലോ, 23 വർഷം മുൻപ് നടന്ന കലാപം, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവം, ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവെന്ന്. ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ BJP ആക്രമിക്കാറുണ്ടോ? ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് കേരളത്തിലെ BJP പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത കാര്യങ്ങൾ CPM എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ബെഞ്ച് സിറ്റേഴ്സായോ കലിങ്കിലൊക്കെ ഇരുന്ന് കളി കാണുന്ന റോളിലേക്ക് ചുരുങ്ങുമോ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. കാരണം നോക്കൂ, ഇവിടെ CPM മുസ്ലിം ലീഗിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ഞങ്ങൾക്കൊപ്പം വന്നേക്കുമെന്ന സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിനെ അടിക്കുകയാണ്. ശരിക്കും അവിടെ അടിക്കാൻ ഉദ്ദേശിച്ചത് ലീഗിനെ. 2003 ഓഗസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതും 2006 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതുമായിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷന്റെ 452 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും NDF എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? IUML 2 നേതാക്കന്മാരെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണത്. IUML നേതാവായിട്ടുള്ള മൊയ്തീൻ ഗോയ എന്ന് പറയുന്ന ആളെയും, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന മായിൻ ഹാജി എന്ന് പറയുന്ന ആളെയും പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണ്. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 139 പേര് അറസ്റ്റ് ചെയ്തതിൽ 62 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷം പേര് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജുമാ മസ്ജിദ് പള്ളിയിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടാണ് ലീഗിന്റെ കേന്ദ്ര നേതാവായിരുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. ശിക്ഷിക്കപ്പെട്ടതിൽ RSSകാരുണ്ടായിരുന്നു. ജയരാജൻ, ഞാൻ മുഴുവൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഇടപെട്ടിട്ടില്ലല്ലോ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ കേൾക്കാനുള്ള മാന്യത നിങ്ങളും കാണിക്കണം. മാറാട് കലാപം എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന് 2002 ജനുവരിയിൽ സംഭവിക്കുന്നതും 2003 മെയ് മാസത്തിൽ സംഭവിക്കുന്നതുമാണ്. 2002 കലാപം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് പൈപ്പ് വാട്ടർ എടുക്കുന്നത്, ഒരു പബ്ലിക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പേര് തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം, പിന്നീട് അതിനൊരു സാമുദായിക സ്വഭാവം വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് CPMന്റെയും BJPയുടെയും ലീഗിന്റെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തിരിച്ചടി എന്നോണം 2003 മെയ് മാസത്തിൽ നടന്നിട്ടുള്ള കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപമാണ്. അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ റിവെഞ്ച് ബട്ട് എ വൺ സൈഡ് അറ്റാക്ക് അഗൈൻസ്റ്റ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അധികാരത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെയും ആസൂത്രണത്തോടെയും ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. 8 പേരെ കൂട്ടക്കൊല നടത്തി. അതിൽ ഒറ്റ ഭാഗത്തുള്ള പ്രതികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു BJPക്കാരനും പ്രതിയില്ല, അതിലൊരു RSSകാരനും പ്രതിയില്ല. അതിലെ പ്രതികൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും NDFന്റെ പ്രവർത്തകരുമാണ്. എന്താ ഉറക്കം വരുന്നു? കൃത്യമായിട്ട് വിചാരണ നടത്തിയിട്ട് അതിലെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് ഈ ആളുകളെയൊക്കെ ശിക്ഷിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ആ ലീഗിനെ പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ഇപ്പോഴും ചോദിച്ചു നോക്കൂ ഇവരോട്, CPMനോട്, ലീഗ് വർഗീയ പാർട്ടിയാണോ അതോ സാമുദായിക പാർട്ടിയാണോ അതോ മതേതര പാർട്ടിയാണോ? ഈ ചർച്ചയിൽ ഇരുന്ന് ജയരാജന് പറയാൻ കഴിയും ഒരു വർഗീയ പാർട്ടിയാണെന്ന്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. ഇവിടെ എന്താണ് പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമായിട്ട് സമാനമായിട്ടുള്ള മുസ്ലിം ഭരണമാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു പാലസ്തീൻ അനുകൂല സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ പൗരത്വ പ്രക്ഷോഭത്തിനെതിരായിട്ടുള്ള സദസ്സ് സംഘടിപ്പിക്കുമ്പോഴും അവിടേക്ക് ലീഗിനെ ക്ഷണിക്കുന്നവരാണ്. നാളെയെങ്കിലും ലീഗ് ഞങ്ങളോടൊപ്പം വരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഇവർ പറയുന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ പറയേണ്ട സന്ദർഭത്തിലൊന്നും അവർ പറഞ്ഞിട്ടില്ല. 1971 ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. റാസാക്കാർ ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെയും ഗ്രാമങ്ങളെയും വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഛത്ര സംഘടിപ്പിക്കുന്ന കൂട്ടക്കൊല ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിനോട് തള്ളി പറഞ്ഞിട്ടില്ല. ഈ 2025 ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഐക്യദാർഢ്യ സദസ്സ് ബംഗ്ലാദേശികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ടോ? 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ഗാസയ്ക്ക് ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് സദസ്സ് സംഘടിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള ഇവര് ഈ തൊട്ടടുത്ത് ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ബന്ധമുള്ള ബംഗ്ലാദേശിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഒരു ഐക്യദാർഢ്യ സദസ്സോ ഒരു പ്രാർത്ഥനാ സദസ്സോ സംഘടിപ്പിച്ചിട്ടുണ്ടോ? പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല,
ഒരു സിംഹം. അപ്പൊ ജമാഅത്തിനെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടില്ല. ആ കൂട്ടക്കൊലയ്ക്ക് കൂട്ടു നിൽക്കുകയും അവിടുത്തെ മരിച്ച മനുഷ്യരോട് നീതികേട് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് ലീഗിനെ പറയാൻ ഇപ്പോഴും ധൈര്യമില്ലാണ്ട് ലീഗിനെ പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയും. BJP-യുടെ സ്പേസ് ഒന്നും ഒരിക്കലും CPM-നെ പോലത്തെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്പേസ് എടുക്കണമെങ്കിൽ ആദ്യം ആത്മാർത്ഥത വേണം, കോസിനോട് കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങൾക്ക് ഇപ്പോഴും മാറാട് മരിച്ച മനുഷ്യരോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് നിങ്ങൾ നടത്തുന്നത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഇവിടെ ശിവമീരൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട പോകാൻ കഴിയില്ല. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. BJP കൂടി ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചേട്ടൻ ബാവ അനിയൻ ബാവ കളി നിർത്തണമെന്നാണ് എനിക്ക് ലീഗിനോട് പറയാനുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോടെ അവർ നടത്തിയുള്ള കലാപങ്ങളോടോ ഞങ്ങൾക്ക് യാതൊരു പങ്കാളിത്തമില്ല, അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയുകയും എന്നാൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യത്തിൽ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഏതെങ്കിലും ഹിന്ദു സംഘടന നടത്തുന്ന എല്ലാ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ BJP മുഴുവനായിട്ട് ഏറ്റെടുക്കണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്നതിൽ ഇരട്ടത്താപ്പിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു ധാരണയില്ലേ? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്നത്. ഐഡിയോളജിക്കലി ഹിക്കുമത്തി ഇലാഹി എന്ന് പറയുന്ന ഇക്കാമുദ്ദീൻ എന്ന് പറയുന്ന അതേ ആശയം, അതായത് ഇസ്ലാമിക് ഐഡിയോളജി നോൺ ഇസ്ലാമിക് ഐഡിയോളജി, അതിൽ ഇസ്ലാമിക് ഐഡിയോളജിയെ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ശരിയായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ ഭരിക്കപ്പെടേണ്ടത്. ഈ നോൺ ഇസ്ലാമിക് ഐഡിയോളജിയിൽ പെടുന്നതാണ് സെക്യുലറിസം, ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള എല്ലാ ആശയങ്ങളും. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല, ദൈവനിർമ്മിതമായിട്ടുള്ള ഖുറാനെ അംഗീകരിക്കുള്ളൂ. മതേതരത്വം എന്ന് പറയുന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്ന ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി എല്ലായിടത്തും പുലർത്തുന്നത്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. ജമാഅത്തെ ഇസ്ലാമി പോലും അവരുടെ ഫൗണ്ടറായിട്ടുള്ള മൗലാന മൗദൂദിയെ തള്ളി പറയുന്നില്ല. എന്നാൽ UDF-ന്റെ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല മുതൽ ഷിബു മീരാൻ വരെ ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തികൾക്ക് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മറുപടി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് ന്യായീകരണം ചമയ്ക്കുന്നുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല കേരളത്തിലെ RSSന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നത്? UDF ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് RSS ആണ്. രമേശ് ചെന്നിത്തല ആ കാലത്ത് സംഗീത്തല എന്നാണ് വിളിച്ചിരുന്നത്. സംഗീത്തല ക്യാമ്പയിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാണ്ടിരിക്കാൻ കാരണമായത്. അപ്പോൾ അത് ഹിന്ദു വിരുദ്ധ പരാമർശമായിരുന്നില്ലേ? UDF ഭരിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് RSS ആണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ LDF സർക്കാരിനെതിരെ ഇതേ വാദം പറയുന്നില്ലേ? പിണറായി വിജയനും BJP-യും തമ്മിൽ എന്തോ സഖ്യമുണ്ട്, CJP ആണ് അജിത് കുമാറുമായിട്ട് RSSന്റെ മേധാവി കൂടിക്കാഴ്ച നടത്തിയത്, ആഭ്യന്തര വകുപ്പിലുള്ള RSSന്റെ പിടിപാടാണെന്ന് പറയുന്നത്. അപ്പൊ അത് ഹിന്ദു വിരുദ്ധ വർത്തമാനമല്ലേ? അത് ശരിയാ. ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര കൈയാളെന്ന് പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴാണ്? ഈ ചർച്ചയിൽ തന്നെ 1000 വട്ടം ഞാൻ കേട്ടല്ലോ, 23 വർഷം മുൻപ് നടന്ന കലാപം, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവം, ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവെന്ന്. ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ BJP-നെ ആക്രമിക്കാറുണ്ടോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട പോയിട്ടുണ്ടോ? 1992 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷനെ പറ്റി ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംവാദത്തിൽ BJP അഡ്രസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? 34 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഇപ്പോഴും ലൈവായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ്. 24 വർഷം മുൻപ് നടന്നിട്ടുള്ള ഗുജറാത്ത് കലാപം ഇപ്പോഴും രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ 23 കൊല്ലം മുൻപ് കഴിഞ്ഞിട്ടുള്ള മാറാട് കലാപം എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററാണ്, ക്ലോസ്ഡ് ചാപ്റ്റർ ആണല്ലേ? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്ത് മാനദണ്ഡം കൊണ്ടാണ്? മരിച്ചുപോയിട്ടുള്ള മനുഷ്യരുടെ ജീവനും ഓർമ്മകൾക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വില ഉണ്ടാവില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ആദ്യം വലിയ വാചകം പറയുണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് മനുഷ്യരുടെ വേദനകൾ ചർച്ച ചെയ്യുന്ന, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സഭയാണ്. ആ സമയത്ത് വർഗീയത പറയരുതെന്ന് ആരാണ് വർഗീയത പറഞ്ഞത്? എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് 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 പ്രശ്നം. ആ മതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആധാരശില എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് KM ഷാജിയാണ്. ഒരു കയ്യബദ്ധം നിങ്ങൾ തള്ളിപ്പറ. അയാളോട് കഴിഞ്ഞ ദിവസം മൈക്കേണ്ടി പ്രസംഗിച്ചത് എന്താ? ഭരണം പിടിക്കാനോ സദ്ഭരണം നടത്താനോ മനുഷ്യരെ വികസിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. ഒരു സമുദായത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ, ആ സമുദായത്തിന് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭരണം പിടിക്കുന്നതെന്ന്. ആ പറഞ്ഞത് വർഗീയ പരാമർശമല്ലേ? നിങ്ങൾ തള്ളിപ്പറ. ഞാനിവിടെ കലാപത്തിൽ മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം സ്കോർ ബോർഡ് വായിച്ചു എന്ന് പറഞ്ഞു. കലാപത്തിൽ പങ്കെടുത്തുന്ന ഒരു എൻക്വയറി കമ്മീഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ആളുകളെ കൊന്നവർക്കില്ലാത്ത കുറ്റം കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞവർക്കില്ല. നിങ്ങൾ മനസ്സിലാക്കും. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.